പാർട്ടി നിലപാടായിട്ട് ഗോവിന്ദ മാഷ് പറഞ്ഞത് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിലേക്കല്ലാതെ സന്ദീപ് വാര്യർ എങ്ങോട്ടാണ് വരിക എന്നൊരു ചോദ്യമാണ് ഇന്നലെ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദ മാഷ് ചോദിച്ചത്. പക്ഷെ നോക്കൂ, CPM-ലേക്ക് സന്ദീപ് വാര്യരെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ചില കൂടിയാലോചനകൾ നടന്നിരുന്നുവെന്ന് വാർത്തകളുണ്ടായിരുന്നു. ക്രിസ്റ്റൽ ക്ലിയറായ നേതാവെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് CPM ആണ്. ഒരു നമ്പർ 1 കൊമ്രേഡാവും കേഡറാവും, നല്ല കേഡറാവും എന്ന് പറഞ്ഞത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലനാണ്. അപ്പോൾ CPM-ന് കിട്ടാത്തത് വളരെ പെട്ടെന്ന് KC വേണുഗോപാലും ഹൈക്കമാൻഡും കോൺഗ്രസും കൂടെ റാഞ്ചി കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു കേഡറെ കോൺഗ്രസ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ല, ഇത് സംഘടനാ പ്രശ്നത്തിന്റെ പേരിൽ ഉള്ളിലുള്ള ഹിന്ദുത്വത്തെ അഴിച്ചു കളയാതെ കോൺഗ്രസിനോടൊപ്പം സ്വാഭാവികമായി ചേർന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഈ ചോദ്യത്തെക്കുറിച്ചൊക്കെ ഉത്തരം ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരും പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വിഷയം എന്താ? BJP ഉൾപ്പെടെയുള്ള മതവർഗീയ രാഷ്ട്രീയ പാർട്ടികൾ, അതിനെതിരെ എല്ലാ നിലയിലും ദൈനംദിനം ഇടപെട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കൾ. അതിൻ്റെ ഭാഗമായി 200-ലധികം പേരുടെ ജീവൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. BJP-ക്കാർ ഞങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ BJP-യിൽ നിന്നും ഒരാൾ ആ BJP-യുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയുള്ളൂ, ഒരു സംശയമില്ല, അതിൽ ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. എന്നാൽ അതിൽ ആത്മാർത്ഥതയോടുകൂടി നിലകൊള്ളുന്ന ഒരാൾക്ക് കോൺഗ്രസിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാകുമോ? ഇതാണ് ചോദ്യം. കോൺഗ്രസ് BJP രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്, ഒരു വസ്തുതയാണ്. പിന്നെ ഈ പറഞ്ഞ സന്ദീപ് വാര്യറെ വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ഞാനില്ല. അത് ഒരു ശരിയായ രാഷ്ട്രീയ രീതിയായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച അപകടകരമായ ചില ആശയങ്ങളുണ്ട്, ചില നിലപാടുകളുണ്ട്. അതിൽ നിന്നും അദ്ദേഹം കോൺഗ്രസ് BJP-യുടെ B ടീം ആയതുകൊണ്ട് ഈ ഉൾക്കൊള്ളൽ സ്വാഭാവികവും ലളിതവും ആയിരുന്നു എന്നാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? അതായത് BJP എതിർക്കാത്തതായതുകൊണ്ട് തന്നെ BJP-യിൽ നിന്ന് BJP-യുടെ B ടീമിലേക്കുള്ള മാറ്റം എന്ന നിലയിൽ മാത്രമാണോ CPM അതിനെ കാണുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ 1, 2, 3, 4 ആയിട്ട് ചില നിലപാടുകൾ പറഞ്ഞല്ലോ. ആ നിലപാടുകളിൽ BJP-യുടെ വക്താവായി സന്ദീപ് വാര്യർ നേരത്തെ എന്തായിരുന്നോ പറഞ്ഞിരുന്നത് അത് തന്നെയല്ലേ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് ഇനി പറയാൻ പറ്റുന്നത്? അതിൽ ഇടതുപക്ഷ വിരുദ്ധത മാത്രമല്ലേ ഉള്ളത്? BJP-ക്കെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി പോട്ടെ, തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഫലം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി BJP-ക്ക് ഒരു സീറ്റ് 20 സീറ്റുകളിൽ ഒന്ന് കിട്ടി. അതിൽ ഇപ്പറയുന്ന സന്ദീപ് വാര്യർ പരസ്യമായി താമര ചിഹ്നം വിജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചയാളാണ്. എന്നാൽ രഹസ്യമായി കൈപ്പത്തി ചിഹ്നത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പലരും താമരക്ക് വേണ്ടി വോട്ട് മറിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന കാര്യമല്ലേ, വോട്ട് മറിച്ചവരുണ്ട്. ഇപ്പം അവരൊക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നത്, അവരൊക്കെ ഒരുമിച്ച് ഒരു പാർട്ടിയിൽ നിൽക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനെ നയിക്കുന്ന പലരും കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയവരെക്കാൾ അപകടകാരികളാണ്. കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയവർ പരസ്യമായിട്ട് അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. എന്നാൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJP-യുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അഥവാ സ്ലീപ്പിംഗ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവർ, അവർ ഈ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ശക്തമായിട്ടുണ്ട്. പല നിലപാടുകളിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും, പല കോൺഗ്രസിൻ്റെ സമീപനങ്ങളിൽ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുന്നത്. ഈ സ്ലീപ്പിംഗ് ഏജന്റുമാർക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP വിരുദ്ധ രാഷ്ട്രീയ മനസ്സിലുള്ള, മതനിരപേക്ഷ രാഷ്ട്രീയ മനസ്സിലുള്ള പലരും കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കോൺഗ്രസ് വിട്ട് വലിയ നിലയിൽ ആളുകൾ പുറത്തേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ BJP-യിൽ നിന്നും ഒരാൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയുന്നതിൻ്റെ വൈരുദ്ധ്യം നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പക്ഷെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. കിട്ടാത്ത മുന്തിരി പുളിക്കും, അതാണ് CPM-ന്റെ ഈ സങ്കടം എന്നാണ്. ഞങ്ങൾക്ക് ഒരുപാട് മുന്തിരി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരുപാട് മുന്തിരി ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ ശ്രദ്ധിച്ചു എന്നറിയില്ല, 61 കൊല്ലമായി കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സഹകരണ ബാങ്കാണ് കോഴിക്കോട് നഗരത്തിലെ ചേവായൂർ സഹകരണ ബാങ്ക്. 8000-ലധികം പേർ വോട്ട് ചെയ്തു. പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാരാണ് അവർ. ഈ നേതൃത്വത്തിന് ഇതിലുള്ള കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് മുന്തിരിയാണ് അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് മുന്തിരി അങ്ങനെ വന്നിട്ടുണ്ട്. മുന്തിരിക്ക് ഒരു ക്ഷാമവുമില്ല, ഇഷ്ടം പോലെ മുന്തിരി വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തീർച്ചയായിട്ടും അത്തരം മുന്തിരികൾ വളരെ കൃത്യമായി മതനിരപേക്ഷ മുന്തിരിയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തും. മതനിരപേക്ഷ മുന്തിരിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതെ, മുന്തിരിത്തോട്ടം തന്നെ വരുന്നു. ആ മുന്തിരിയെ മതനിരപേക്ഷ മുന്തിരിയാണെന്ന് ഞങ്ങൾ കാണുന്നു. ഇനി എന്തെങ്കിലും കുറവ് മതനിരപേക്ഷതയുടെ അളവുകോലിലുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം വന്നാൽ അത് നല്ല ഉശിരൻ മതനിരപേക്ഷ മുന്തിരിയായി ഞങ്ങൾ മാറ്റും എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ കോൺഗ്രസ് അങ്ങനെയാണോ എന്നുള്ളത് പരിശോധിക്കുന്നത് നല്ലതാണ്.
ഒരു സംശയം അതിലില്ലല്ലോ അരുണേ. KPCC പ്രസിഡന്റ് പരസ്യമായ RSSന്റെ ചായക്ക് കാവലുന്നുണ്ടെന്ന് പറയുന്നു. ഗോൾവാൾക്കറിന്റെ ഫോട്ടോയിൽ പോയിട്ട് പൂജിക്കാൻ മടിയില്ലാത്ത പ്രതിപക്ഷ നേതാവാണ്. ആശയങ്ങളുടെ കാര്യത്തിലും ഐക്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചാണ് പറയുന്നത്. എന്തായാലും മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരാളാണെങ്കിൽ ഒരാൾ പോരുന്നതിൽ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ ഇടതുപക്ഷം. എന്നാൽ പോയ ഇടമാണ് പ്രശ്നം. ഓക്കെ, ഓക്കെ, താങ്ക് യു. വ്യക്തമാണ്. താങ്ക് യു ശ്രീ മുഹമ്മദ് റിയാസ്. മതനിരപേക്ഷ മുന്തിരിയാണെങ്കിൽ മാത്രമാണ് CPM സ്വീകരിക്കുക. സന്ദീപ് വാര്യർ ഒരു മതനിരപേക്ഷ മുന്തിരിയല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. BJP വിരുദ്ധ രാഷ്ട്രീയം പറയുന്നവർക്ക് പോകാൻ പറ്റിയ ഇടമല്ല കോൺഗ്രസ് എന്നാണ് ഒരിക്കൽ കൂടി മുഹമ്മദ് റിയാസ് പറഞ്ഞു വെക്കുന്നത്.